ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ മല്ലൂസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ മുമ്പ് ചെയ്ത ഒരുപാട് ഫേസറിങ് കാര്യങ്ങളും വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് വീഡിയോ കൂടിയിട്ട് ഏകദേശം ഒരു 1 lakh അപ്പോൾ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫൈസ മിക്സിൻ്റെ വീഡിയോ ചെയ്യുമോ, ഫൈസ മിക്സ് ചെയ്യുമോ, ഫൈസ മിക്സ് എവിടെ കിട്ടും, ഫൈസ മിക്സിന് എത്ര റേറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫൈസ മിക്സിൻ്റെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫൈസ മിക്സിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റിൽ ഒരുപാട് ക്രീം അവൈലബിൾ ആണ്. ഫൈസ, ന്യൂ ഫേസ്, കെൻസ, ലെപ്സി, യൂത്ത് ഫേസ്, ലൂക്ക മിക്സ്, അതേപോലെ തന്നെ CC, MJ, അങ്ങനെ ന്യൂ ഫേസ് മിക്സ്, അങ്ങനെ ഒരുപാട് ക്രീമും മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒറിജിനൽ മാത്രം നോക്കിയിട്ട് വാങ്ങാം, ഇല്ലെങ്കിൽ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ്ലി ആ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ആയിരിക്കും ചാനൽ കിട്ടൽ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബിയർഡിൻ്റെ ഗ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഏത് സാധനമാണ് ഉള്ളത്, ബിയർഡ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏത് ക്രീമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ ഏതൊരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കംപ്ലീറ്റ് വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക, വീഡിയോ കണ്ടു നോക്കുക. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായെന്ന് വെച്ചാൽ മാർസ് പറയുന്ന കമ്പനിൻ്റെ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് മിനോക്സിലാണ്. ഇതാണ് ഇപ്പം കറൻ്റ് യൂസ് ചെയ്യുന്ന ഒരു ബിയർഡ് ഓയിൽ എന്ന് പറയുന്നത്. ഈ ഒരു സാധനമാണ് വേൾഡ് വൈഡ് അപ്രൂവ് ചെയ്തിട്ടുള്ള സാധനമാണ് മിനോക്സിൽ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനം. ബിയർഡ് തീരെ ഇല്ലാത്തവർക്ക് ഗ്രോ ആവില്ല. എനിക്കിവിടെ ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് അതേപോലെ തന്നെ എൻ്റെ ബിയർഡിന് കട്ടി കുറവാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അതേപോലെ തന്നെ മിനോക്സിൽ ഈ കമ്പനി നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏത് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഏത് കമ്പനി വേണമെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരുപാട് കമ്പനീസും കാര്യങ്ങളുണ്ട്. ഇത് 5% ആണുള്ളത്. GHS പറയുന്നൊരു സാധനമാണ്. നിങ്ങൾക്ക് 1 to 2% നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ പെർസെൻറ്റേജാണ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം പോയിട്ട് വാങ്ങാം. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര പവറായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കിന്നും കാര്യത്തിൽ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ട് മാത്രം യൂസ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ഏത് കമ്പനി യൂസ് ചെയ്യാം. നല്ല രീതിയിൽ റേറ്റും കാര്യങ്ങളും ഇനി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് വാങ്ങുന്ന കാരണം എന്ന് വെച്ചാൽ മാസിൻ്റെ കമ്പനി യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആണ് ഈ സാധനം. ഞാൻ കിറ്റിന് ഏകദേശം വരുന്നത് 1200 റുപ്പീസാണ് വരുന്നത്. കിറ്റിൽ ഏകദേശം ബിയർഡിൻ്റെ നമുക്ക് ഷാമ്പൂ, റോളറ്, ബയോട്ടിൻ്റെ ടാബ്ലറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4-5 പ്രോഡക്റ്റും കൂടിയിട്ടാണ് നമുക്ക് ഏകദേശം ഒരു 4500 റുപ്പീസിൻ്റെ പ്രൊഡക്റ്റാണ് ഇവർ 1200 റുപ്പീസിന് തരുന്നത്. അത് ഓഫറാണ്. നിങ്ങൾക്ക് ഒന്നായിട്ട് വേണമെങ്കിൽ വാങ്ങാം, കിറ്റായിട്ട് വാങ്ങാം. കിറ്റായിട്ട് വാങ്ങുന്നതായിരിക്കും വേർത്താവല്. നിങ്ങൾ ബഡ്ജറ്റ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് കുറവില്ലത് അത് പോയിട്ട് വാങ്ങിച്ചാൽ മതി. വാങ്ങുമ്പം ഓതറൈസ്ഡ് ആയ ഡീലർ അടുത്ത് തന്നെ വാങ്ങാൻ നോക്കാം. ഇതിന് ഫേക്കും കാര്യങ്ങളും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാസം വരുന്ന കമ്പനി വാങ്ങുമ്പോൾ ഇതേപോലെ തന്നെ ഡോക്ടറെ കാണിക്കാനുള്ള കിറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇവരെ ഓതറൈസ്ഡ് ആയിട്ട് ഡോക്ടറെ കാണിക്കാനുള്ള ഫ്രീ ആയിട്ടുള്ളൊരു ടോക്കൺ, ഒരു സ്ലിപ്പ് അവർ തരുന്നുണ്ട്. അത് പോയി കാണിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഒരു സാധനം വേണ്ടവരെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ന്യൂ ഫേസിൻ്റെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ന്യൂ ഫേസ് മിക്സിനെ കുറിച്ച് നമ്മളിത് പറയാൻ പോകുന്നത്. ഒരുപാട് ക്രീമും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇത് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടൊരു സാധനമാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂ ഫേസ് ആണോ ബെറ്റർ, ഫേസ് ആണോ ബെറ്റർ, ഏതിനാണ് കൂടുതൽ റിസൾട്ട്. ഡെഫിനറ്റ്ലി ന്യൂ ഫേസൊക്കെയാണ് റിസൾട്ട് കൂടുതലുള്ളത്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് ന്യൂ ഫേസിന്, ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയത് ന്യൂ ഫേസിലാണ്. പക്ഷേ ഫേസ് ആൻഡ് ന്യൂ ഫേസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ന്യൂ ഫേസ് വാങ്ങുന്നത് ഈ ഒരു ക്രീം ക്വാണ്ടിറ്റി ഇത് 250 ആണ്, ഇതിനും 250 ആണ്. ഇത് 50 ഗ്രാം ഉണ്ടെങ്കിൽ ഇത് 100 ഗ്രാമാണ്. ഇതിൻ്റെ നേരെ ഇരട്ടി ആണ് ഈ ക്രീം വരുന്നത്. ബഡ്ജറ്റ് ഓറിയൻറ്റഡ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഫേസ് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ വേർത്ത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ 1000-2000 രൂപ ക്രീം വാങ്ങിച്ചിട്ട് വെറും 5 ദിവസം യൂസ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് 100% കളർ കുറയാൻ തുടങ്ങും. അപ്പം ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതെല്ലാം വാങ്ങാൻ ശ്രദ്ധിക്കാം. അപ്പം ഫേസറെ കുറിച്ച്, ഫേസറിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ, സൈഡ് എഫക്റ്റ് എന്ത്, ഉപകാരം എന്ത്, എന്തെല്ലാം ശ്രദ്ധിക്കണം കാര്യങ്ങളെല്ലാം മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ.
അത് കാണാത്തവരുണ്ട്, അത് പോയി കാണാം. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കാം. അതേപോലെ നമ്മൾ വീഡിയോ കാണുന്നവർ 98% ആൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത്. ദയവേത് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാം. നിങ്ങൾ സപ്പോർട്ട് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് വിചാരിച്ചാൽ, ഇതിപ്പം നിലവിൽ ഡെലിവറി കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇത് ഒരു ഫസ്റ്റ് എന്ന് പറയാം പ്രമോഷൻ വീഡിയോ അല്ല. ഇതൊരിക്കലും പ്രമോഷൻ വീഡിയോ അല്ല. വെറുതെ ഒരു ഫേസിന് വയ്ക്കുന്ന ക്രീമെല്ലാം എടുത്ത് പ്രമോഷൻ വീഡിയോ ഒരിക്കലും ചെയ്യില്ല. 100% ജെനുവിൻ നല്ല റിസൾട്ട് ഇല്ലോണ്ട് മാത്രമേ ഇത് ചെയ്യുന്നത്. അഥവാ ഇത് പ്രമോഷൻ കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം ID അതേപോലെ തന്നെ കോൺടാക്ട് നമ്പറിലും കൊടുക്കും. ഇത് യാതൊരു ഡെലിവറി അഡ്രസ്സും കാര്യങ്ങളൊന്നും ഡെലിവറി അവൈലബിൾ അല്ല ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. ഈ അടുത്തുള്ള എനിക്ക് അറിയുന്ന ഏതെങ്കിലും ഷോപ്പിൽ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും. അതേപോലെ തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ അതിൽ പോയിട്ട് വാങ്ങിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല ഏതെങ്കിലും അടുത്തൊരു കടയുണ്ടെങ്കിൽ അവിടെ ജെനുവിൻ സാധനം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിച്ചാൽ മതി. ഫേസിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഫേസ അറബിക്കാണ്. അപ്പോൾ അറബിക്ക ക്രീം തന്നെ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കാം. അറബിക്ക് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതെങ്ങനെ അറബിക്ക്, ഉറുദു അതേപോലെ തന്നെ പാകിസ്ഥാനിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറബിക്കാണെങ്കിൽ അറബിയിൽ തന്നെ ഫേസാന്ന് വെച്ചിട്ടുണ്ടാവും, ഉറുദു ആണെങ്കിൽ ഉറുദുവിൽ എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ UAE ബേസ്ഡും വരുന്നുണ്ട്. അറബിക്കാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്രീം. അപ്പം അതന്നെ വാങ്ങാൻ നോക്കാം. ഇതിന് മിക്സ് വരുന്ന ഏതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം പറയാൻ പോകുന്ന ന്യൂ ഫേസും ഫേസിയും മിക്സ് ആക്കുന്നതാണ്. ഭയങ്കര ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ന്യൂ ഫേസും ഫേസിയും. ഇതൊരു 5 days, വിത്തിൻ 5 days നിങ്ങൾ 100% വെളുത്തിരിക്കും. ഏതൊരു സ്കിന്നായാലും വെളുത്തിരിക്കും. ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാവുക ചോദിക്കുന്നുണ്ട്. ഓവറായിട്ട് അറിയാണ്ട് ഓവറായിട്ട് ക്രീമും കാര്യങ്ങളും യൂസ് ചെയ്തില്ലെങ്കിൽ ഫേക്കും കാര്യങ്ങളും വാങ്ങിച്ച് യൂസ് ചെയ്ത് എന്തായാലും സൈഡ് എഫക്റ്റും കാര്യങ്ങളും വരും. ഇതിനെ കൊണ്ട് ഉണ്ടാവുന്ന അതായത് ഫേക്ക് വാങ്ങിച്ചുണ്ടാവുന്ന സൈഡ് എഫക്റ്റ് എന്തെല്ലാം വെച്ചാൽ റെഡ് സ്കിൻ ആവാം. അതേപോലെ തന്നെ ഒരുപാട് പിമ്പിളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഓൾറെഡി പിമ്പിളും പൊട്ടിയ പിമ്പിളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിലും കൊണ്ട് തേച്ച് കഴിഞ്ഞാൽ അത് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ക്രീം ഇടുന്ന ഒരാൾ രാവിലെ എണീച്ചപ്പം വെയിലത്ത് പോയി പണിയെടുത്ത് വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ കറങ്ങി നടന്നാലും ഡാർക്ക് സ്പോട്ട് വരും. അതേപോലെ തന്നെ നല്ല രീതിയിൽ സ്കിന്ന് ബ്ലാക്ക് അടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഫേസ് കറക്റ്റായിട്ട് 100% വാഷ് ചെയ്തിട്ട് ക്ലിയർ സ്കിന്നാക്കാം. നല്ല ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം കളഞ്ഞതിന് ശേഷം ഡ്രൈ ആയതിനു ശേഷം മാത്രം ക്രീം രാത്രി യൂസ് ചെയ്യാം. യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 10 മണിക്ക് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ 9 മണിക്ക് ക്രീം അപ്ലൈ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കിടക്കുമ്പം തന്നെ ഒരു 5 മിനിറ്റ് മുമ്പ് അപ്ലൈ ചെയ്താൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് അത് ഇവിടെ എല്ലാം പോകും. പിന്നെ ഇവിടെ കറുത്ത് ഇവിടെ വെളുത്തിട്ടെല്ലാം ഉണ്ടാകും. അപ്പം യൂസ് ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഇങ്ങനെ തേക്കുക ക്രീം. അതായത് ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ ക്രീം അപ്ലൈ ചെയ്യാൻ നോക്കുക. അതിന് ശേഷം മാത്രം കിടക്കുക. അതേപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നെക്കിലിടുന്നത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുഖത്തിലിടുന്ന അത്ര ഒരിക്കലും നെക്കിലിടാൻ പാടില്ല, പിമ്പിൾസ് വരും. അപ്പോൾ മുഖത്തിൽ നിങ്ങൾ ഇടുന്നതിൻ്റെ നേരെ പകുതി മാത്രമേ കഴുത്തിലിടേണ്ട ആവശ്യമുള്ളൂ. കഴുത്തിൽ എന്തായാലും ഇടണം, ഇല്ലെങ്കിൽ രണ്ടും വേറെ വേറെ കളറായിട്ട് തോന്നും. അതേപോലെ തന്നെ പറ്റുമെങ്കിൽ ലിപ് ബാമും കാര്യങ്ങൾ യൂസ് ചെയ്യുക. ചുണ്ട് ബ്ലാക്ക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇവിടെയും അതേപോലെ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം, ഇടാതിരിക്കുന്നവർക്ക് കൂടുതൽ ബെറ്റർ. പിന്നെ മുഖത്ത് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഏറ്റവും ഡാർക്ക് സ്പോട്ട് എന്ന് പറയുന്നത് നെറ്റി ആയിരിക്കും. നെറ്റിക്ക് കുറച്ച് അധികം അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ 2 കവിളിനും കുറച്ച് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കാം. പിന്നെ താടിയിലെ സ്ഥലത്തും കുറച്ച് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ താടിയിലെ സ്ഥലത്ത് ക്രീം അങ്ങനെ നിൽക്കും, അത് ഡ്രൈ ആവാണ്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ നല്ലോണം എഫക്റ്റീവായിട്ട് അവിടെ വെളുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ക്രീം കുറച്ചിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ വെളിച്ചെണ്ണയും കാര്യങ്ങളും നെയ്യ് ഓയിലി സംതിങ് എന്തെങ്കിലും തലക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഇല്ലെങ്കിൽ നെറ്റിക്ക് ഡാർക്ക് സ്പോട്ട് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതേപോലെ ബ്രാൻഡ് വാങ്ങുമ്പോൾ കളറ് ബോട്ടിൽ ക്രീമിൻ്റെ കളറൊന്നും നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഫേക്ക് സെയിം പ്രോഡക്റ്റ് തന്നെ ഫേക്ക് വരുന്നുണ്ട് ഓതറൈസ്ഡ് ആയ സ്ഥലത്ത് നിന്ന്. ഓതറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഏറ്റെടുത്ത് ചെയ്യുന്നവരെന്നല്ല, നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങൾക്ക് എല്ലാം ബ്രാൻഡഡ് സാധനം മാത്രം വിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് തന്നെ വാങ്ങാൻ നോക്കുക. നിങ്ങൾക്ക് അറിയുന്ന ഒരു കടയിൽ പോയിട്ട് വാങ്ങാൻ നോക്കാം. ഇതിന് റേറ്റ് വരുന്നത് 250 രണ്ടിന് വരുന്നത്. ഇതിൽ ക്രീം അധികം ഉണ്ടാവും. മിക്സിന് വരുന്ന മെഷീനിൽ മിക്സ് ആക്കുന്നതാണ്. മിക്സിന് ഏകദേശം റേറ്റ് വരുന്നത് 600 ആണ് റേറ്റ് വരുന്നത് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ആരെങ്കിലും എൻ്റെ നാട്ടിൽ ആരെങ്കിലും ഡെലിവറി ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കും. ഇല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കും. അപ്പം കമൻറ്റിൽ ഡെലിവറി ഉണ്ടോ കോഡ് അയച്ചു തരുമോ? ഞാൻ ഒരിക്കലും അയച്ചു കൊടുക്കില്ല. കാരണം എന്ന് വിചാരിച്ചാൽ
ഞാനിത് വാങ്ങുന്നിടത്ത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ ഒരു 500 രൂപ ക്രീം വാങ്ങാൻ വേണ്ടി ഞാൻ 1 മണിക്കൂർ എണ്ണ അടിച്ച് പോയിട്ട് നിങ്ങൾക്കൊരു ക്രീം ഡെലിവറി ചെയ്ത് തരുമ്പോൾ അതിന് ഡെലിവറി ചാർജ് 150-200 രൂപയാവും. പിന്നെ 600 രൂപ ക്രീം എടുക്കുമ്പോൾ 700-800 രൂപ വാങ്ങേണ്ടി വരും. അത് നിങ്ങൾക്ക് വേർത്തല്ല, നിങ്ങൾക്കത് നഷ്ടമാകും. അപ്പോൾ ക്രീം നിങ്ങൾ അടുത്തുള്ള കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങാൻ തന്നെ മാക്സിമം ശ്രദ്ധിക്കാം. പിന്നെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് എനിക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഞാൻ ഡെലിവറി ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളും ഇല്ലെങ്കിൽ അവരുടെ നമ്പറും കാര്യങ്ങളും കൊടുക്കുക. അതിൽ പോയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കാം. പിന്നെ ഇത് തേച്ചാൽ മാറുന്നത് നിങ്ങളെ ഡാർക്ക് സ്പോട്ട്, അതേപോലെ തന്നെ വൈറ്റ് സ്പോട്ട്, പിന്നെ നല്ല രീതിയിൽ ഫേസ് ബ്രൈറ്റനിങ് ആവും, നല്ല രീതിയിൽ വെളുക്കും. പച്ചക്കുറ നല്ല രീതിയിൽ വെളുക്കും. ഒരു കൺഫ്യൂഷൻ വേണ്ട, 5 ദിവസം കൊണ്ട് നല്ല രീതിയിൽ വെളുക്കും. കലയും കാര്യങ്ങളിലും ഒരു 50%, ഒരു 70% റെഡ്യൂസ് ആകുന്നതായിരിക്കും. അതും കംപ്ലീറ്റ് മാറുന്ന ഒരു മിക്സും കൂടി, ഓയിൽമെൻറ്റും കൂടെ മിക്സ് ഉണ്ടായിരുന്നു. ഏകദേശം 800-850 ക്രീമാണ് വരുന്നത് 3 മിക്സ് ആകുമ്പോൾ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിന് ഡെഫിനറ്റ്ലി ഒരു 1000 ലൈക്സ് 1500 ലൈക്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും 100%. നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഫേസറുടെ 2-3 വീഡിയോ ചെയ്തുകൊണ്ട് 2 വീഡിയോ ചെയ്ത്, അപ്പോൾ കൂടുതൽ ഫേസറുടെ വീഡിയോ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതും നല്ല രീതിയിൽ നിങ്ങൾ ലൈക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് മിക്സിങ് ഇതിനേക്കാളും ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള മിക്സിങ് ക്രീമിൽ അവൈലബിൾ ആണ് 2000 രൂപയുടെ. പക്ഷേ 2000 രൂപയുടെ ക്രീം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് അല്ല. ഒരു മാസം തേക്കാൻ നിങ്ങൾക്ക് ഏകദേശം 3,000-4,000-5,000 രൂപയുടെ റേറ്റ് ആകും. അപ്പോൾ അത്രയും സ്കിന്നിന് വേണ്ടി കളയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ആ ഒരു റേറ്റിന് ഡോക്ടറെ കണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കിന്നിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് ബഡ്ജറ്റ് ഓറിയൻറ്റഡാണ്, നല്ലൊരു റിസൾട്ട് ഉണ്ടാകുന്ന ഒരു ക്രീമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇത് അവതരിപ്പിച്ചത്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോ വെറുതെ അത് സൈഡ് എഫക്റ്റ് ഉണ്ട്, ഇത് സൈഡ് എഫക്റ്റ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയെല്ലാം പറയുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്. അപ്പോൾ ഇവരൊന്നും തേക്കാണ് വെറുതെ എടുത്ത് വായിൽ തോന്നി വന്ന് പറയുന്നവരാണ്. സൈഡ് എഫക്റ്റ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കണക്ക് ഫേക്ക് ക്രീം വാങ്ങിച്ച് തേച്ചാൽ, ഇല്ലെങ്കിൽ ഒറിജിനൽ ക്രീം തന്നെ ഒരുപാട് രാവിലെ തേച്ച് ഉച്ചക്കും തേച്ച് വൈകുന്നേരം തേച്ച് കിടക്കുമ്പോൾ തേച്ചാൽ ഡെഫിനറ്റ്ലി 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പിമ്പിൾസ് വരും, സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ക്രീമിന് അതിൻ്റെതായ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ട് 1-2 വിട്ട് തേക്കുക. രാത്രി ഒരു കിടക്കുമ്പോൾ തേച്ച് രാവിലെ തേച്ച് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സാധാ വെള്ളത്തിൽ കഴുകിയിട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല. ഫേസ് വാഷെല്ലാം യൂസ് ചെയ്യുമ്പോൾ സ്ക്രബ്ഡ് ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പാടില്ല. നോർമൽ ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്ത് വാഷ് ചെയ്യാം. ക്രീം ഇടുന്നതിന് മുമ്പ് ബേബി സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിച്ച് നല്ല രീതിയിൽ സ്കിന്ന് കഴുകിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. പിന്നെ റെഡിഷ് ആയിട്ടുള്ള മുഖത്തിന് ഒരിക്കലും തേക്കാൻ പാടില്ല. കൂടുതൽ റെഡിഷ് ആവും. ഒരുപാട് പിമ്പിൾസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പിമ്പിൾസ് എല്ലാം 100% ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യാം. പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ട് ക്രീം യൂസ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് വരെ പിമ്പിൾസ് പോകാൻ വേണ്ടി ക്രീം യൂസ് ചെയ്യാൻ പാടില്ല. പിമ്പിൾസ് ഡോക്ടറെ കണ്ടിട്ട് പ്രിസ്ക്രിപ്ഷനിൽ ഓയിൽമെൻറ്റ് വാങ്ങി തേച്ചിട്ട് പിമ്പിൾസ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം മാത്രം ക്രീം തേച്ചിട്ട് വെളുപ്പിക്കാൻ നോക്കുക. വെളുപ്പിക്കാൻ മാത്രം ക്രീം യൂസ് ചെയ്യുക. പിമ്പിൾസ് പോകാൻ ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. സ്കിന്നിന് പണി കിട്ടും, ഷുവറാണ്. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, മറ്റു ഫ്രണ്ട്സിൽ എത്തിക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും വീഡിയോയിൽ ചെയ്യണം ഇല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്താം. എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്താം. നിങ്ങളെ എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഒരു കമൻറ്റ് മിസ്സാണ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ ക്രീം ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്, ഇത്ര പൈസ ഇല്ലു മറ്റ് കമൻറ്റിൽ പറയുന്നതായിരിക്കും. ഞാൻ പിൻ ചെയ്തതെന്ന് മാത്രം വാങ്ങാൻ ശ്രമിക്കാം. കണ്ട കമൻറ്റിൽ പോയിട്ട് റേറ്റ് ചോദിച്ച് പർച്ചേസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഞാൻ എനിക്കൊരു ഡീലറെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് കൊടുക്കലും കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. വളരെ കുറവാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം. അപ്പോൾ എന്തായാലും അതേപോലെ തന്നെ കിടിലം വീഡിയോസ് മുമ്പോട്ട് വരാനിരിക്കുന്ന സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളും മാറ്റുന്നുണ്ട്. കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടില്ല ഇതുപോലെ ഞാൻ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഒരു മാസം യൂട്യൂബ് വരുമാനം കൊണ്ട് ഒരു പുതിയൊരു കിടിലം ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് വരുമാനം കിട്ടുമ്പം തന്നെ അതൊരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. കിടിലം വീഡിയോ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്. താങ്ക് യു.